പ്രൗഢഗംഭീരമായ ശ്രീനാരായണ ഗുരു ഹാർമണി 2025 ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പ്രസിഡന്റും ശിവഗിരി മഠാധിപതിയുമായിട്ടുള്ള ഏറ്റവും അഭിവന്ദ്യനായ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിച്ച ഈ സംരംഭത്തിൻ്റെ സംഘാടക ശക്തി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ട ശ്രീ ബൈജു പാലയ്ക്കൽ, അതുപോലെ ബഹുമാനപ്പെട്ട മുൻ രാഷ്ട്രപതിയുടെ അസാന്നിധ്യത്തിൽ നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് നമ്മോട് സംവദിച്ച ബഹുമാനപ്പെട്ട കോൺസുലേറ്റ് ജനറൽ, ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട കോൺസുലേറ്റ് ജനറൽ, അതുപോലെ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ശുഭകാനന്ദ സ്വാമികൾ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റ് ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികൾ, ഫാദർ ഡേവിസ് ചെറമീൽ, ശ്രീ സതീഷ് കുട്ടപ്പൻ, ഡോക്ടർ AV അനൂപ്, ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ്, ഡോക്ടർ സുരേഷ് മധുസൂദനൻ, അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ, ഡോക്ടർ ബിജു പെരിങ്ങാത്തറ, ശ്രീ സിബികുമാർ, ഡോക്ടർ വരുൺ, ശ്രീമതി കലാ ജയൻ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ, പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ശിവഗിരി ആശ്രമം UK എന്ന പേരിൽ സേവനം UK-യുടെ 10ാമത് വാർഷികാഘോഷത്തോടനുബന്ധമായി, അല്ലെങ്കിൽ 10ാമത് വർഷത്തോടനുബന്ധമായി നിങ്ങൾ സ്വായത്തമാക്കിയ ആശ്രമവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നേരിൽ കാണാനും അതിൻ്റെ ഭാഗമാകാനുമുള്ള അവസരം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായി. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ആഗോളതലത്തിൽ തന്നെ ആദ്യമായി ശിവഗിരി ശ്രീനാരായണ ഗുരുദേവൻ്റെ ആസ്ഥാനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ഔപചാരികമായ അംഗീകാരത്തോടും അനുമതിയോടും കൂടി പ്രവർത്തിക്കുന്ന, ആഗോളതലത്തിൽ തന്നെ ഭാവിയിൽ വികസിക്കാനുള്ള സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി ശിവഗിരി ആശ്രമം UK മാറിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ ആശംസിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. കാരണം ഇതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനത്തിൻ്റെ സാഹസികതയെ സംബന്ധിച്ചൊക്കെ കഴിഞ്ഞ ദിവസം അവിടെ ചർച്ച ചെയ്താണ്. ഞാനതിവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഈ സമ്മേളനത്തിൽ തന്നെ ശ്രീ ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനൻ ഇവിടെ ഒരു പ്രധാനമായി ഒരു വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരു ഗ്ലോബൽ എംപവർമെൻറ്റ് ഓർഗനൈസേഷൻ എന്ന നിലയിൽ ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾ ആഗോളതലത്തിൽ പ്രചരിക്കുന്നതിനും അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും അതിലൂടെ ആഗോള മാനവികതയുടെ പുരോഗതിയും വളർച്ചയും കൈവരിക്കുക എന്ന സതുദ്ദേശത്തോടു കൂടി ആരംഭിക്കുന്ന ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ഗുരുദേവ ദർശനം കേരളത്തിൻ്റെ നാലതിർത്തികൾക്കുള്ളിലോ അല്ലെങ്കിൽ ഭാരതത്തിനുള്ളിലോ മാത്രം പരിമിതപ്പെടേണ്ടതല്ല. വിശ്വമാനവികതയുടെ പ്രവാചകനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ആ വിശ്വമാനവികത അല്ലെങ്കിൽ ഗ്ലോബൽ ഹ്യൂമാനിറ്റി, ജാതിമത സാമുദായിക ഭേദങ്ങൾക്കപ്പുറത്ത് മാനവികതയുടെ മഹദ് ദർശനം ലോകത്തിന് സംഭാവന ചെയ്ത വിശ്വഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ, ജീവിത ചിന്തകൾ ഭാരതത്തിൻ്റെ അതിർത്തികൾക്കപ്പുറത്ത് കടലും കടന്ന് ലോകത്താകെ പ്രചരിക്കണമെന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് സത്യത്തിൽ UK-യിൽ ശിവഗിരി ആശ്രമം UK, സേവനം UK-യുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിട്ടുള്ളതെങ്കിൽ ഇത് ആഗോളതലത്തിലുള്ള ഒരു ഗുരുധർമ്മ പ്രചരണ സഭയുടെ ആഗോളതല പ്രചരണ കേന്ദ്രമായി ഈ സെന്റർ ഭാവിയിൽ മാറിത്തീരട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി ഈ അവസരത്തിൽ ആശംസിക്കാൻ, പ്രത്യാശിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്.
ഞാനത് സൂചിപ്പിക്കുമ്പോൾ അഭിവന്ദ്യനായിട്ടുള്ള അധ്യക്ഷൻ ശിവഗിരിയുടെ മഠാധിപതിയായിട്ടുള്ള സ്വാമികൾ ഇവിടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ആരംഭിച്ചത് 1888 തുടങ്ങിയിട്ടാണ്. 1888 മുതൽ 1928 വരെയുള്ള ശ്രീനാരായണ ഗുരുദേവ ചരിത്രം സത്യത്തിൽ ഇനിയും ആ രൂപത്തിൽ, വേണ്ട രൂപത്തിൽ ആഗോള സമൂഹത്തിൽ വിലയിരുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം പലപ്പോഴും നമ്മളെല്ലാം ഗുരുദേവനെ കാണുന്നത്, ഗുരുദേവനെ സംബന്ധിച്ച് വിലയിരുത്തുന്നതും ഒക്കെ കേവലമായിട്ടുള്ള ഉപരിതല സ്പർശിയായിട്ടുള്ള വിലയിരുത്തലുകൾക്കപ്പുറത്ത് ആഴത്തിലുള്ള പഠനവും ഗവേഷണവും ഇനിയും വരേണ്ടിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ശ്രീ KG ബാബുരാജ് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ ശ്രദ്ധിച്ചു. ആഗോള കത്തോലിക്ക സഭയുടെ അധിപനായിട്ടുള്ള അഭിവന്ദ്യനായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി ഗുരുദേവനെ സംബന്ധിച്ച് നടത്തിയ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് വത്തിക്കാനിൽ വെച്ച് നടന്ന ഹ്രസ്വമായ ചടങ്ങിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞു, വിശ്വമാനവികതയുടെ ഉദാത്തമായ മാതൃകയായിരുന്നു ശ്രീനാരായണ ഗുരുദേവനെന്ന് ആഗോള കത്തോലിക്ക സഭയുടെ അധിപനായിട്ടുള്ള അഭിവന്ദ്യനായ, ലോകം ശ്രദ്ധിച്ച സമീപ ദിവസങ്ങളിൽ കാലം ചെയ്തു പോയിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി പറഞ്ഞു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗുരുദേവ ദർശനങ്ങളുടെ സ്വാധീനം ലോകത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വെളിവാക്കുന്നതാണ്. അത് ഘടനാപരമായി രൂപപ്പെടുത്തുന്നതിൽ വേണ്ട തരത്തിൽ വിജയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരിമിതി പരിഹരിക്കാനും ആ പരാതിയെ അല്ലെങ്കിൽ ആ പോരായ്മയെ അതിജീവിച്ച് മുന്നോട്ട് പോകാനും ഇന്നലെയും ഇന്നും നാളെയുമായി ഇവിടെ ചേരുന്ന ഈ കൺവെൻഷൻ അല്ലെങ്കിൽ ഗുരുവിനെ ശ്രീനാരായണ ഗുരു ഹാർമണി 2025 വ്യക്തമായ ദിശാബോധത്തോടു കൂടി ഭാവിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം. അതിനാണ് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്, ശ്രീനാരായണ ഗുരു ഗ്ലോബൽ എംപവർമെന്റ് ഓർഗനൈസേഷൻ എന്ന നിലയിൽ, SNGO എന്ന നിലയിൽ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന പുതിയ ഒരു തീം അല്ലെങ്കിൽ പുതിയൊരു സന്ദേശം, അതിൻ്റെ വ്യക്തമായ ലക്ഷ്യവും മാർഗദർശനത്തോടൊപ്പം അതിൻ്റെ സംഘടനാപരമായിട്ടുള്ള സംവിധാനത്തെ സംബന്ധിച്ചും രൂപകൽപ്പന ചെയ്തുകൊണ്ട് അത്തരത്തിലൊരു സംരംഭത്തിന് ഈ കോൺഫറൻസ്, ഈ ഉച്ചകോടി അല്ലെങ്കിൽ ഈ ഹാർമണി 2025 രൂപം നൽകാനും അത് പ്രാവർത്തികമാക്കാനും കഴിയുമെന്നുണ്ടെങ്കിൽ ഈ കോൺഫറൻസ് ആഗോളതല ഗുരുദേവ പ്രചരണ സഭയുടെ പ്രധാന കേന്ദ്ര ബിന്ദുവായി മാറിത്തീരും. ഈ കോൺഫറൻസ് ഏറ്റവും റിസൾട്ട് ഓറിയന്റഡ് കോൺഫറൻസായി, ഫലപ്രാപ്തിയുള്ള ഒരു സംരംഭമായി മാറിത്തീരുമെന്നുള്ള പ്രതീക്ഷ കൂടി ഞാൻ ഈ അവസരത്തിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ഈ കോൺഫറൻസ് സഹായകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നാളെയും ഇതുമായി ബന്ധപ്പെട്ട് വൈവിധ്യമാർന്ന വിഷയങ്ങളെ ആധികരിച്ചു കൊണ്ടുള്ള സെമിനാറുകൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ സംസാരിക്കാൻ അവസരമുണ്ടാകുമെന്നുള്ളത് കൊണ്ട് ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് 1888 ഗുരുദേവൻ നടത്തിയിട്ടുള്ള പ്രതിഷ്ഠ സത്യത്തിൽ ആധുനിക ജനാധിപത്യ ഭാരതത്തിൻ്റെ നിർമ്മിതിയുടെ മൂലക്കല്ലായിരുന്നു, നവോത്ഥാന പ്രക്രിയയുടെ മൂലക്കല്ലായിരുന്നു. 1888 ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് കാട്ടരുവിയിൽ നിന്നൊരു കല്ലെടുത്ത് വെച്ച് പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ലോകത്തോടായി നടത്തിയ പ്രഖ്യാപനം സത്യത്തിൽ ഭാരതീയ നവോത്ഥാനത്തിൽ വഹിച്ചിട്ടുള്ള സ്വാധീനം, വിപ്ലവകരമായിട്ടുള്ള മാറ്റം, നിശബ്ദവും വിപ്ലവകരവുമായിട്ടുള്ള മാറ്റം, അത് ആധുനിക ഭാരതത്തിൻ്റെ നിർമ്മിതിയിലും നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ആത്മീയ പൗരോഹിത്യത്തെ നിരാകരിക്കുകയും ജനാധിപത്യപരമായിട്ടുള്ള ആത്മീയതയെ ഉൾക്കൊള്ളുകയും അത് ഭാരതീയ സമൂഹത്തിൽ വലിയ തോതിൽ വേരോട്ടം പ്രാപിക്കാൻ പ്രാപ്തമായ നിലയിൽ സന്നിവേശിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് സത്യത്തിൽ ഗുരുദേവൻ 1888 നടത്തിയ ആത്മീയ പ്രതിഷ്ഠ അല്ലെങ്കിൽ സ്പിരിച്വൽ ഇൻസ്റ്റലേഷൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആ മഹദ്ധർമ്മം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം വളരെ വളരെ വലുതാണ്. 1888 സാമൂഹ്യ പശ്ചാത്തലത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല. തൊട്ടുകൂടാത്തവൻ, തീണ്ടിക്കൂടാത്തവൻ, മാറുമറയ്ക്കാനുള്ള അവകാശം പോലും അധസ്ഥിത പിന്നോക്ക ദളിത് ജനവിഭാഗങ്ങൾക്ക് നിരാകരിക്കപ്പെട്ടിരുന്ന കാലഘട്ടം, പള്ളിക്കൂടത്തിൽ പോകാൻ പഠിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം,
ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനും ആരാധനാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനും പട്ടികൾക്കും മൃഗങ്ങൾക്കുമുള്ള അവകാശം പോലും നിരാകരിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് 1888 ഇന്ത്യയുടെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിൽ സുവർണലിപികളാൽ രേഖപ്പെടുത്തേണ്ടുന്ന ദിനമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന 1888 മാർച്ച് മാസത്തിൽ ഗുരുദേവൻ നടത്തിയ സാഹസികമായ നവോത്ഥാന പ്രക്രിയ, അതുണ്ടാക്കിയിട്ടുള്ള മാറ്റം, അതുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ഇനിയും വേണ്ട തരത്തിൽ വിലയിരുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ആത്മീയതയുടെ പിൻബലത്തോടുകൂടി സാമൂഹ്യ നവോത്ഥാനം എങ്ങനെ സാധ്യമാക്കാമെന്ന് ലോകത്ത് തെളിയിച്ചു. മാത്രവുമല്ല, ഇതിൻ്റെയൊക്കെ ആധാരശിലയായി ഗുരുദേവനെ കുറിച്ച് പഠിക്കുമ്പോൾ എത്ര പറഞ്ഞാലും എത്ര വിശദീകരിച്ചാലും മതിയാകില്ല. അഭിവന്ദ്യരായിട്ടുള്ള സ്വാമിമാരിവിടെയുണ്ട്. ആധികാരികമായി പ്രത്യേകിച്ചും സച്ചിദാനന്ദ സ്വാമികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്, ഗവേഷണ കൗതുകത്തോടുകൂടി ഗുരുദേവ ദർശനങ്ങളെ ആഴത്തിൽ അടുത്തറിഞ്ഞ് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ അധികരിച്ച് സംസാരിക്കുകയല്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ഗുരുദേവൻ ഏറ്റവും കൂടുതൽ കണ്ടത് ലോകത്തുണ്ടായിട്ടുള്ള സകല മാറ്റങ്ങളുടെയും ആധാരശില, അത് വ്യക്തിനിഷ്ഠമായിട്ടുള്ള ജീവിതത്തെ പൗരബോധമുള്ള സമൂഹമാക്കി മാറ്റിത്തീർക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുള്ളത് അറിവാണെങ്കിൽ, ആധുനിക സംസ്കൃതികളുടെ മുഴുവൻ ആധാരശില അറിവാണ് എന്നുണ്ടെങ്കിൽ, അറിവിലൂടെ മാത്രമേ സാമൂഹ്യ വിമോചനം സാധ്യമാകൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അറിവിൻ്റെ കരുത്തിനെയും ശക്തിയെയും സമൂഹത്തിന് പ്രദാനം ചെയ്യുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചുകൊണ്ടാണ് സത്യത്തിൽ കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിലൂടെ ഭാരതത്തിന് ദർശനമായി തീരുന്ന നിലയിൽ ആഗോള സമൂഹത്തിന് മാതൃകയാകുന്ന നിലയിലുള്ള വൻപിച്ച മാറ്റത്തിന് തുടക്കം കുറിച്ചത്. നോളജ് ഈസ് പവർ. ഞാനിപ്പോഴും ഓർക്കുന്നു, ഡോക്ടർ APJ അബ്ദുൽ കലാം അവസാന പ്രഭാഷണത്തിന് സിക്കിം സർവകലാശാലയുടെ ബിരുദദാന സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കുഴഞ്ഞു വീണ് അദ്ദേഹം മരിക്കുന്നത്. ആ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം പറഞ്ഞ വാചകമാണ്, നോളജ് ഈസ് പവർ. അറിവാണ് അധികാരം, അറിവാണ് ശക്തി. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, അബ്ദുൽ കലാം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളുടെ സ്വാധീനം ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളൊരു വ്യക്തിയാണ് ശ്രീ അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം എന്ന് അദ്ദേഹം തന്നെ നടത്തിയിട്ടുള്ള ലേഖനങ്ങളിൽ, പ്രസംഗങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ആ അറിവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരു പ്രബുദ്ധമായ സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അറിവാർജിക്കണമെന്ന അധസ്ഥിത പിന്നോക്ക സാധാരണ ജനവിഭാഗങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഗുരുദേവൻ നടത്തിയിട്ടുള്ള പ്രഭാഷണം, ഗുരുദേവന്റെ ചിന്തകൾ. ഇവിടെ നേരത്തെ സ്വാമികൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസവും നമ്മൾ ചർച്ച ചെയ്തതാണ്, ഒരുപാട് ഋഷിവര്യന്മാരുടെ നാടാണ് ഭാരതം. ആ ഋഷിവര്യന്മാരിൽ നിന്നും ചിന്തകന്മാരിൽ നിന്നും എങ്ങനെ ഗുരുദേവൻ വ്യത്യസ്തമാകുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അവരെല്ലാവരും ആത്മീയതയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട്, ആത്മീയത ഭൗതികതയുടെ വിമോചനത്തിനും ഭൗതിക ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ആ ഭൗതിക ജീവിതത്തിലെ പ്രയാസങ്ങളെയും ക്ലേശങ്ങളെയും നേരിൽ കാണാനും അത് ബോധ്യപ്പെട്ട് പരിഹരിക്കാൻ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനും കഴിഞ്ഞ ഒരു ഋഷിവര്യൻ എന്ന നിലയിൽ ശ്രീനാരായണ ഗുരുദേവൻ ഇതരിൽ നിന്നും തികച്ചും വ്യത്യസ്തനാകുന്നു. ആത്മീയതയും ഭൗതികതയെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിത ദർശനമാണ് സത്യത്തിൽ ഗുരുദേവൻ മുന്നോട്ട് വെച്ചത്. അദ്ദേഹവും സന്യാസം നടത്തിയിട്ടുണ്ട്, മലമുകളിൽ പോയി ഉപവസിച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ നോക്കുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരൻ, പാവപ്പെട്ടവൻ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവൻ, അവനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഒരു സാമൂഹ്യ നവോത്ഥാനം, സ്വജീവിതം നാടിനായി സമർപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചരിത്രത്തിന് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. അതുപോലെ തന്നെയാണ് ഈ വിജ്ഞാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1912 ശിവഗിരിയിൽ നടത്തിയ ശാരദാ പ്രതിഷ്ഠയും അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും മഹത്വം എല്ലാറ്റിനും അദ്ദേഹം ഉപബോധബലകമായി അടിസ്ഥാനമായി ഉപയോഗിച്ചത് സ്പിരിച്വലിസം അഥവാ ആത്മീയതയാണ്. ആത്മീയതയുടെ പിൻബലത്തിൽ അറിവ്, ആത്മീയതയുടെ പിൻബലത്തിൽ സംഘടന, ആത്മീയതയുടെ പിൻബലത്തിൽ നവോത്ഥാനം, അതായിരുന്നു ഗുരുദേവന്റെ ജീവിത വിജയത്തിലെ പ്രധാനപ്പെട്ട ഘടകം. നിർഭാഗ്യവശാൽ നേരത്തെ ബഹുമാനപ്പെട്ട ശുഭാകാനന്ദ സ്വാമികൾ ഇവിടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും അതിൽ നിന്ന് മാറുകയും വേറിട്ട് ചിന്തിക്കുകയും ചെയ്തപ്പോൾ
അതിനെ ഉൾക്കൊള്ളാൻ ഭാരതീയ സമൂഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ പുരോഗമന ശക്തികളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ മണ്ണിൽ വേണ്ട സ്വാധീനം ചെലുത്താൻ കഴിയാതെ പോയത് എന്നും ചരിത്രകാരന്മാർ വിലയിരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതെല്ലാം ഞാൻ നേരത്തെ ആത്മീയതയുടെ പിൻബലത്തോടെ അറിവും, അതാണ് 1903 ഗുരുദേവൻ രൂപീകരിച്ച ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സംഘടന കൊണ്ട് ശക്തരാകാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് 903 രൂപീകരിച്ച SNDP യോഗം അഥവാ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സംഘടനാപരമായ പ്രതിഷ്ഠയായിരുന്നെങ്കിൽ 912 നടത്തിയ പ്രതിഷ്ഠ വിജ്ഞാനത്തെ പ്രതീകാത്മകമായി ചിത്രീകരിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷ്ഠയാണ്, അറിവിൻ്റെ പ്രതിഷ്ഠയാണ്. ശാരദാദേവിയെ, സരസ്വതി ദേവിയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ശിവഗിരിയിൽ നടത്തിയതെങ്കിൽ ആത്മീയതയുടെ പ്രതിഷ്ഠയുടെ നവോത്ഥാനത്തിൻ്റെ മൂലക്കല്ലായി വിഗ്രഹ പ്രതിഷ്ഠയിലൂടെയും ഒക്കെ നടത്തിയ ഈ 3 വിപ്ലവകരമായിട്ടുള്ള സംഭവങ്ങൾ, അതാണ് ആധുനിക കേരളത്തിൻ്റെ നിർമ്മിതിയിൽ നിർണായകമായ പങ്കുവഹിച്ചത്. ഒരു ജനാധിപത്യ മതേതര ഭാരതത്തിൻ്റെ സൃഷ്ടിയിൽ നിസ്തുലമായ സംഭാവനകൾ നൽകിയത്. 1925 ഗാന്ധിജി ശിവഗിരി സന്ദർശിച്ചത്, ഗുരുദേവനുമായി ആശയ സംവാദത്തിൽ ഏർപ്പെട്ടത്. ഇത് 2025 100 വർഷം പൂർത്തീകരിക്കുന്നു. അടുത്ത സെഷൻ, വരാൻ പോകുന്ന സെഷൻ അതുമായി ബന്ധപ്പെട്ട ഒരു സെഷനാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഈ അവസരത്തിൽ പോകുന്നില്ല. ഗുരുദേവനും ഗാന്ധിയുമായി നടത്തിയ ചർച്ച ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ആത്മാർത്ഥമായി പഠിച്ചിട്ടുള്ളവർ ആഴത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഗാന്ധിജിയുടെ സാമൂഹ്യ പശ്ചാത്തലം, ഗാന്ധിജിയുടെ ബാല്യകാലം മുതലുള്ള സാമൂഹ്യ പശ്ചാത്തലം പരിശോധിച്ചാൽ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ, വളരെ പാരമ്പര്യമായിട്ടുള്ള എല്ലാ ജീവിതാചാരങ്ങളെയും പിൻപറ്റിപ്പോന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മതത്തെ സംബന്ധിച്ചും ജാതിയെ സംബന്ധിച്ചും വിശ്വാസത്തെ സംബന്ധിച്ചും വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണമായിരുന്നു സത്യത്തിൽ ശ്രീ ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത്. ആ ഗാന്ധിജിയുടെ മനപരിവർത്തനത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കാൻ വാട്ട് ഈസ് സെക്കുലറിസം, വാട്ട് ഈസ് ദ സെക്കുലർ ഫാബ്രിക്, മതേതര ഘടന എന്ത്, മതേതരത്വം എന്ത് എന്നതിനെ സംബന്ധിച്ച് ശരിയായ പ്രകാശം, ശരിയായ അറിവ് ഗാന്ധിജിക്ക് ലഭിച്ചത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ശ്രീനാരായണ ഗുരുദേവനുമായി ശിവഗിരി കുന്നിൻ്റെ താഴ്വരയിൽ 1925 നടത്തിയ സംവാദത്തിലൂടെയാണ് ഒരു പുതിയ പ്രകാശം ഗാന്ധിജിക്ക് ലഭിച്ചതും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ ഒരു മതേതര ജനാധിപത്യ സംവിധാനമായി രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കാൻ പിൽക്കാലത്ത് കഴിഞ്ഞതും അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ്. കാരണം ഒരു ഘട്ടത്തിൽ ഗാന്ധിജി തന്നെ ആ സംവാദത്തിൽ, ഇവിടെ ചർച്ച ചെയ്യും, പ്രമുഖനായിട്ടുള്ള നിരവധി വ്യക്തികൾ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നവരോട് ഇവിടെ പ്രതിപാദിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ഘട്ടത്തിൽ ഗാന്ധിജി തന്നെ പറയും, ഇതൊക്കെ നമ്മുടെ ആചാരത്തിൻ്റെ ഭാഗമല്ലേ, പരമ്പരാഗതമായി നമ്മൾ ഏതാണ് ചാതുർവർണ്ണ വ്യവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ പരമ്പരാഗതമായിട്ടുള്ള ജീവിതാചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് ആൽമരത്തിൻ്റെ വിവിധ ശിഖരങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത ഇലകൾ പ്രത്യേകമായി കൂട്ടിച്ചേർത്ത് ചാലിച്ചപ്പോൾ അതിൻ്റെ മുഴുവൻ സത്ത, ദ എസൻസ് ഓഫ് ഓൾ റിലീജിയൻസ്, അതാണ് വൺ കാസ്റ്റ്, വൺ റിലീജിയൻ, വൺ ഗോഡ് ഫോർ മാൻകൈൻഡ്, മനുഷ്യജാതിയല്ലാതെ മറ്റൊരു ജാതിയുമില്ല എന്ന് ശ്രീനാരായണ ഗുരുദേവനും ഗാന്ധിജിയും തമ്മിലുള്ള സംവാദത്തിലൂടെ അരക്കിട്ടുറപ്പിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു മനസാന്നിധ്യമാണ് സത്യത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അദ്ദേഹത്തിന് പ്രേരകമായി തീർന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ 1946 മുതൽ 49 വരെയുള്ള ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നടന്നിട്ടുള്ള ഡിബേറ്റ്സ് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ആ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് സെക്കുലറിസം എന്ന വാക്കാണ്, മതനിരപേക്ഷത അല്ലെങ്കിൽ മതേതരത്വം എന്ന വാക്കാണ്. ലോകം കണ്ട ഏറ്റവും വലിയ മതേതരവാദി ആര് എന്ന് ചോദിച്ചാൽ രണ്ടാമതൊരു നിമിഷം ആലോചിക്കാതെ ഞാൻ പറയും, അത് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവനാണ് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സെക്കുലറിസ്റ്റ് അല്ലെങ്കിൽ മതേതരവാദി. ഞാൻ ആ സൂക്തങ്ങളൊന്നും ഇവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഒരു ഘട്ടത്തിൽ മതാതീതമായിട്ടുള്ള ആത്മീയത, മതത്തിനും ജാതിക്കും സമുദായത്തിനും വൈജാത്യങ്ങൾക്കും അപ്പുറത്ത് മാനവികതയാണ് ഏറ്റവും വലിയ ദൈവം, ഏറ്റവും വലിയ ദർശനം. ഇറ്റ് ഈസ് ഹ്യൂമാനിറ്റി, ദാറ്റ് ഈസ് ഫോർ ദ മാൻകൈൻഡ്, അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്
അതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം, വൈരുദ്ധ്യമല്ല, ഏറ്റവും വലിയ സവിശേഷത, യുണീക്നെസ് ഓഫ് ഗുരുസ് ഫിലോസഫി എന്ന് ചോദിച്ചാൽ, ഒരു ഘട്ടത്തിൽ മതത്തിനും ജാതിക്കും വിശ്വാസത്തിനും അതീതമായി മാനവികതയുടെ ദർശനം ഉയർത്തിപ്പിടിക്കുമ്പോൾ ആ മാനവികതയുടെ മൂല്യങ്ങൾ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരാനും ജനങ്ങളിൽ സ്വാധീനമുണ്ടാക്കുന്നതിനും ആത്മീയതയാണ് അടിസ്ഥാന ഘടകമായി ഗുരുദേവൻ വിനിയോഗിച്ചത്. ഇതാണ് പ്രായോഗികമായിട്ടുള്ള സിദ്ധാന്തം, അല്ലെങ്കിൽ പ്രാഗ്മാറ്റിസം എന്ന് പറയും. ഫിലോസഫി എത്ര വലുതായാലും, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള മൂല്യം എത്രയുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കാനുള്ള പ്രായോഗികമായ പരിജ്ഞാനം കൂടി, അതാണ് കർമ്മയോഗി. കേവലം സൈദ്ധാന്തിക വീക്ഷണത്തിനപ്പുറത്ത് കർമ്മമണ്ഡലത്തിലൂടെ അത് സാധ്യമാക്കാൻ കഴിയുന്നയാളാണ് യഥാർത്ഥ ജ്ഞാനി, അല്ലെങ്കിൽ യഥാർത്ഥ ചിന്തകൻ. അതായിരുന്നു കർമ്മം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും ഒരു സമൂഹത്തിൻ്റെ നവീകരണത്തിന്, ആധുനികവൽക്കരണത്തിന്, പ്രത്യേകിച്ചും ആധുനിക മതേതര ജനാധിപത്യ ഭാരതത്തിൻ്റെ നിർമ്മിതിക്ക് രൂപകൽപ്പന കൊടുത്ത ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പോലും നിർണായകമായ സ്വാധീനം ചെലുത്താൻ ശ്രീനാരായണ ഗുരുദേവന്റെ ചിന്തകൾക്ക്, ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾക്ക് കഴിവും കരുത്തും ഉണ്ടായിരുന്നു എന്നുള്ളത് പഠിക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികളായിട്ടുള്ള ഞങ്ങളെ പോലെയുള്ളവർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ആ ഗുരുദേവ ദർശനത്തിൻ്റെ ആഗോളീകരണം, ഗ്ലോബലൈസേഷൻ ഓഫ് ഗുരുസ് ഫിലോസഫി, അതാണ് ഇന്ന് അടുത്ത സെഷൻ അല്ലെങ്കിൽ നാളെയുമായി ചർച്ച ചെയ്യപ്പെടുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശ്രീനാരായണ ഗുരു ഗ്ലോബൽ എംപവർമെന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംരംഭത്തിലൂടെ അതിന് രൂപം കൊടുക്കുന്നതിന് ശിവഗിരി മഠത്തിൻ്റെ സർവ്വ അനുഗ്രഹാശിസുകളോടും കൂടി തീർച്ചയായും അതായിരിക്കണം ഇതിൻ്റെ അംബ്രല്ല ഓർഗനൈസേഷൻ. ആ ഒരു കാരണം ഗുരുദേവന്റെ സാന്നിധ്യം കൊണ്ടും ഗുരുദേവന്റെ നേതൃത്വം കൊണ്ടും സമ്പന്നമായിട്ടുള്ള ശിവഗിരി മഠത്തിൻ്റെ സമ്പൂർണമായിട്ടുള്ള രക്ഷകർത്തൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആഗോളതലത്തിലുള്ള ഒരു സംഘടനയുടെ രൂപീകരണത്തിന് ഈ ഹാർമണി 2025 വഴി തുറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, പ്രത്യാശിച്ചുകൊണ്ട്, ഒരിക്കൽ കൂടി ഈ സംരംഭം സംഘടിപ്പിക്കുന്നതിന് സാഹസികമായ നേതൃത്വം കൊടുത്ത സംഘാടകരായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളെയും ആവർത്തിച്ച് അഭിനന്ദിച്ചുകൊണ്ട്, അനുമോദിച്ചുകൊണ്ട്, ഇവിടെ എത്താൻ നിങ്ങളെ അഭിസംബോധന ചെയ്യാനൊക്കെ അവസരമുണ്ടായതിലുള്ള പ്രത്യേകമായ നന്ദിയും കടപ്പാടും കൂടി അവസരത്തിൽ പ്രത്യേകമായി അറിയിച്ച് എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട്, ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളുടെ ആഗോളീകരണ പ്രക്രിയയുടെ നിമിത്തമായി, അതായിരുന്നു വത്തിക്കാൻ, അതിൻ്റെ ഒരു നിമിത്തമായിരുന്നു വത്തിക്കാനിൽ നടന്ന ലോക സർവമത സമ്മേളനം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആ സമ്മേളനം അതിൻ്റെ ഒരു നിമിത്തമായിരുന്നുവെങ്കിൽ അതിൻ്റെ തുടർ പ്രക്രിയയ്ക്ക് ചാലകശക്തിയായി മാറിത്തീരാൻ ഹാർമണി, ശ്രീനാരായണ ഗുരു ഹാർമണി 2025 മാറട്ടെ എന്ന് ആവർത്തിച്ച് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഈ സംരംഭത്തിനും തുടർ പ്രവർത്തനങ്ങൾക്കും ഒരു പൊതുപ്രവർത്തകൻ, പാർലമെന്റ് അംഗം, ജനപ്രതിനിധി എന്ന നിലയിൽ, അതിനും അപ്പുറത്ത് ഗുരുദേവ ദർശനങ്ങളെ പിൻപറ്റുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഒരിക്കൽ കൂടി അറിയിച്ച് എല്ലാ ആശംസയും നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.